ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ പഴയ സ്റ്റൈലിൽ ഉമ്മുമ്മമാരൊക്കെ ചുടുന്ന പോലത്തെ ഓട്ടട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്താ ഇതിൽ 4 കരണ്ടി പുട്ടിന് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ടുണ്ട്. വെള്ളം ഒരു ചെറു ചൂടുള്ള വെള്ളമാണ് ആവശ്യം. പിന്നെ ഇതാ ഓട്ടട ചട്ടി നല്ല സേഫായിട്ട് കവറിൽ നല്ല പൊതിഞ്ഞൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനൊരു കേടും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഓട്ടട ചട്ടിയിൽ ചുട്ടാൽ മാത്രമേ നല്ല രീതിയിൽ ഓട്ടട വരുള്ളൂ. അപ്പോൾ 4 കരണ്ടി മാവിന് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 5 മുട്ടയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. മട്ടൻ കറിയുടെ കൂടെയാണ് കേട്ടോ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇത്. മാവും മുട്ടയും വെള്ളവും മാത്രം മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ആട്ടിയെടുത്ത് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും. നമ്മൾ ഉടച്ച മുട്ടയുടെ തോട് ഇതുപോലെ നല്ലോണം തേച്ച് കൊടുത്ത് ഒന്ന് മിനുക്കിയെടുക്കണം. എന്നാലേ ഓട്ടട പെട്ടെന്ന് ഇളകി വരുള്ളൂ. ആദ്യത്തെ 1-2 എണ്ണം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം നല്ല പൂ പോലെ ഇളകി വരും. മുട്ട ഉടച്ച് വീഴ്ത്തിയതിന് ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളം കുറേശ്ശെ ചേർത്ത് കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരു ആവശ്യത്തിന് വെള്ളം ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ പരന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ല ആട്ടിയെടുക്കുക. ഇതിൻ്റെ വെള്ളം കൂടി പോകരുത്. വെള്ളം നമ്മൾ കുറച്ച് കുറഞ്ഞാലും നമുക്ക് പിന്നെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ആട്ടിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മാവിൻ്റെ ചൂടൊന്ന് മാറിയാൽ മതി. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മുട്ടയുടെയും മാവിൻ്റെ അളവ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ചട്ടി നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഓട്ടട വീഴ്ത്താവൂ. പിന്നെ നല്ല ചൂടോടെ തന്നെ ചുട്ടെടുക്കുകയും വേണം. ഇത് എളുപ്പമാണ് കേട്ടോ. അമ്മ ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ വന്നായിരുന്നു. അവിടെ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.